ഹായ് ഗേയ്സ്, വെൽക്കം ടു ആര്യ രാജ്. നമുക്ക് രാവിലെ കറി വയ്ക്കാൻ എന്തെങ്കിലും എടുക്കണ്ടേ? എന്താണ് ഞാൻ എടുക്കണത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരട്ടെ. നല്ല ഔഷധ ഗുണമുള്ള സാധനം, നല്ല ടേസ്റ്റുമാണ്. വരും, നമുക്കത് അടർത്തിയെടുക്കാൻ പോകാം. ഞാൻ പറിച്ചെടുക്കാൻ പോകുന്ന കാര്യം ഇതാ കാണുന്നുണ്ട്. ഇത് കണ്ടോ? ഇത് ഞാനന്ന് വെട്ടി വിട്ടപ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? ഇതാ നിൽക്കുന്ന സാധനം കണ്ടോ? മഴ വരുന്നതിന് മുമ്പ് ഇതൊക്കെ വെട്ടി വിടണമെന്ന് പറഞ്ഞില്ല. മഴ വരുമ്പോൾ ഞാൻ വെട്ടി വിട്ടത് കണ്ട ഇത്രയും തെളിരുകൾ ഇതിലിപ്പോൾ വന്നിട്ടുണ്ട്. ഓരോ കൊമ്പ് എനിക്ക് അടർത്തിയെടുത്താൽ മതിയാവും ഒരു കറിക്കുള്ള മുരിങ്ങയില. ഇതാണ് ഞാനിന്നിപ്പോൾ എടുക്കാൻ പോകുന്നത്. മുരിങ്ങയ്ക്ക് ഒരുപാട് ഔഷധങ്ങളുണ്ട്. തോടും കുളവും ഒക്കെ പണ്ട് സ്ഥിരം കുളിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു പണ്ടത്തെ ആൾക്കാർ. അന്നൊക്കെ ഇതുപോലെ തോട്ടിലൊക്കെ പോകുമ്പോൾ പറയും, കൊച്ചേ നിന്റെ നീർക്കോലി കടിക്കുമെന്ന്. എന്നുവെച്ചാൽ പെണ്ണുങ്ങൾ നീന്തി കുളിക്കുമായിരുന്നു, നല്ല വെള്ളമായിരിക്കുമല്ലോ അന്നൊക്കെ. ഇപ്പോഴല്ലേ അതൊക്കെ മാറ്റാൻ വന്നു, എല്ലായിടവും ഫ്ലാറ്റും വീടും ഒക്കെ ആയത്. അന്ന് അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാനും ഒക്കെ ഇതുപോലെ തോട്ടിൽ പോയി കുളിക്കുമായിരുന്നു. അപ്പോഴിതുപോലെ ഒരിക്കൽ ഒരാളിന് നീർക്കോലി കടിച്ചു. ഇപ്പോഴേ വീട്ടിൽ ചെന്നപ്പോൾ നമ്മൾ കരഞ്ഞോണ്ട് ഓടിച്ചെന്നു. അപ്പോൾ എന്താണെന്നറിയാം, നമ്മുടെ അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു തന്നത്, നീ ഒരു കാര്യം ചെയ്യും, ഓടിച്ചെന്ന് ആ മുരിങ്ങയിൽ 2-3 കടി കൊടുക്കാൻ പറഞ്ഞു. മുരിങ്ങയിൽ കടിക്കുന്ന അത്ര ഔഷധ ഗുണമുള്ളതാണ് ഈ മുരിങ്ങ. അങ്ങനെ മുരിങ്ങയിൽ ഓടിച്ചെന്ന് കടിച്ചു. അങ്ങനെയാണ് ആ മരുന്ന് വരെ കൊടുത്തില്ല, 2-3 പ്രാവശ്യം അത് കടിപ്പിച്ചു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഔഷധ ഗുണമുള്ളതാണ് മുരിങ്ങ. അത് പോയിട്ട് ഈ ആടിനെ വളർത്തുന്നവരുണ്ട്. പണ്ടൊക്കെ ആട്ടും പാലും അതൊക്കെയാണല്ലോ സ്ഥിരം. അപ്പോൾ ഇതിൽ ആടിനെ വളർത്തുമ്പോൾ ആടൊക്കെ ഇതുപോലെയാണ്. ഈ ചക്കയും മടലും ഇലയും അതും ഇതും, പിന്നെ മരച്ചിനി, കപ്പ, അതിൻ്റെയൊക്കെ ഇല തിന്നാലും ഇതിന് വല്ല ചൊരുക്കമെന്ന് പറയും. ആ ചൊരുക്കുന്ന സമയത്തൊക്കെ അവരെന്താണ് ചെയ്യുന്നതെന്നറിയാമോ? ഇതുപോലെ മുരിങ്ങേര പട്ട ഒരിച്ചെടുത്തിട്ട് ഇടിച്ച് ഉപ്പും ചേർത്ത് അതിൻ്റെ വായിൽ ഇട്ട് കൊടുക്കും. ചെറിയ ഉരുളകളായിട്ട് അതിൻ്റെ വായിലിട്ട് കൊടുക്കും. അങ്ങനെ വയറിന് ഭേദമാവും. അത്ര നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ മുരിങ്ങ. ഞാനിപ്പോൾ ഈ മുരിങ്ങയില എടുക്കാനാണ് പോണത്. എന്താ ഇങ്ങനെ ഒരു കൊണ്ട വലിച്ചിങ്ങനെ ഒടിച്ചാൽ തന്നെ മതിയാവും. ഇത് ഒടിക്കാൻ പിടിച്ചപ്പോഴേ എനിക്ക് പണ്ടത്തെ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. പുലയനാർമണിയമ്മ, പൂമുല്ല കാവിലമ്മ, കലമാൻ്റെ നീയുള്ള കളിത്തത്തമ്മ. പുലയനാർമണിയമ്മ, പൂമുല്ല കാവിലമ്മ, കലമാൻ്റെ മേയുള്ള കളിത്തത്തമ്മ. ആളിമാരത്തുകൂടി ആമ്പപ്പു കടവിങ്കൽ, ആയില്യം പൂനിലാവിൽ കുളിക്കാൻ പോയി. പുലയനാർമണിയമ്മ, പൂമുല്ല കാവിലമ്മ, കലമാൻ്റെ നീയുള്ള കളിത്തത്തമ്മ. ഇതിൽക്കൂടെ എപ്പോഴേ കാച്ചിൽ വള്ളി പറഞ്ഞു കിടക്കും. ഞാൻ മുമ്പ് ഇത് പൂക്കുന്നില്ല, കായ്ക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൽ കാച്ചിൽ വള്ളി വളർത്തുകയായിരുന്നു. അത് കാരണം കാച്ചിൽ വള്ളി അന്നത് വെട്ടിയെടുത്തു. അതിനുശേഷം വീണ്ടും നട്ടിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കാച്ചിൽ വള്ളിയും കൂടെ പടർന്ന് കിടക്കണം. അതാണ് ഇത്തിരി ബുദ്ധിമുട്ട്. ഇത്രയും മതിയാവും. കണ്ട, ഒരു കറിക്കുള്ളത് ഇത്രയും മതിയാവും. ഇറുത്തെടുത്ത് ഇതിൻ്റെ നാരുകളൊക്കെ എടുത്ത് കളഞ്ഞ് ചിലർ അരിഞ്ഞ് വെക്കും. അരിയാൻ പാടില്ല കേട്ടോ. അരിഞ്ഞാൽ ഇതിനൊരു കമർപ്പ് വരും. അരിയാതെ തേങ്ങയും ജീരകവും മുളകും മഞ്ഞയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. എന്തൊരു ടേസ്റ്റായിരിക്കും എന്നറിയാമോ ഈ തോരന്? ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒരു രസവും മാത്രം മതി നമുക്ക് ചോറിന്. അത്രയ്ക്ക് നല്ല ഒരു ടേസ്റ്റിയായ ഒരു കറിയാണ് ഈ മുരിങ്ങയില കൊണ്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്നത്. ഇനിയേ ഒരു ഫ്രൂട്ട് നടണം. നമുക്ക് അങ്ങോട്ട് പോയി നട്ടാലോ?
ഒരു നമുക്ക് അങ്ങോട്ട് പോയി അതിനെ വെട്ടി നടന്ന് ഞാൻ നടന്ന് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളൊക്കെ നടുവായിരിക്കും ഇത്, എന്നാൽ എൻ്റെ രീതിയിൽ ഒന്ന് കാണിച്ചു തരാം. വരും കാണിച്ചു തരാം. നടാൻ പോടാന് മുമ്പേ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ, കഞ്ഞിവെള്ളവും ചോറാണ് കണ്ടോ, അത് അത്രയും ചോറാണ്. ഇത് കണ്ടോ, കഞ്ഞിവെള്ളവും ചോറും. ഇതുപോലെയൊക്കെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ വലിയ ചെടികൾ വലുതെന്ന് വെച്ചാൽ ചെറുതിനൊന്നും ഒഴിക്കരുത്. മുട്ടിലൊഴിച്ചാൽ അത് അഴുവി പോവും, ചെളി കെട്ടും. ഇതുപോലുള്ള വലിയ ഇത് കണ്ട ഇനം മാവാണ്. ഇതിലിപ്പോൾ 2 മാങ്ങ കാച്ചായിരുന്നു. നല്ല ഇനം മാവാണ്. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ മൂട്ടിൽ കൊണ്ടൊഴിച്ചു കൊടുക്കണം. കണ്ട അതെങ്ങനെ ഒഴിക്കണമെന്ന് വെച്ചാൽ നമ്മൾ അകലത്തിൽ ഒരു കുഴി മാന്തി കൊടുക്കണം. തൊട്ട് മൂട്ടിലിടരുത്. ഇതുപോലെ അകലങ്ങളിൽ ഇത് മാന്തിയിട്ട് വട്ടത്തിന് മാന്തിയിട്ടാലും മതി. ഇതുപോലെ മാന്തിയിട്ട് നമ്മൾ ഇതുപോലെ ചോറും ആയിട്ടൊക്കെ ഉള്ളതിനെ എന്ത് വേസ്റ്റ് വന്നാലും ഇവ കൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് മണ്ണിട്ട് കൊടുക്കണം. മണ്ണിട്ടില്ലെങ്കിൽ എന്താ പ്രാണികളൊക്കെ ഒന്ന് ശല്യം ചെയ്യും, പെരിച്ചാഴി കൊണ്ട് മാന്തും. മണ്ണിട്ട് കൊടുത്താൽ ഒന്നുമില്ല, ഇതിന് നല്ല ഒരു വളമാണ്. ഇതുപോലെ മൂടിക്കൊടുക്കണം. ഇനി നമുക്ക് അങ്ങോട്ട് പോയി അതിന് നടാം. ഇതുപോലെ ഒരു ആഴത്തിലൊരു കുഴിയെടുക്കണം. ആദ്യം കുഴിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ചവറ് നിറയ്ക്കാം. കുറച്ച് കരിയില നിറയ്ക്കാം. എന്ത് കരിയിലായാലും മതി, തൂത്തുവാരണതോ വേറെ ഏത് കരിയിലായാലും കുറച്ച് കരിയില ഇതിൽ നിറച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മണ്ണിടാം. അത് നല്ല മണ്ണാണ് കണ്ടോ, ഞാൻ പൂച്ചട്ടിയിൽ വച്ചിരുന്ന മണ്ണാണ്. അതുകൊണ്ട് എല്ലാം ഒരാഴ്ച അങ്ങനെ ഇരിക്കുന്നു. എല്ലാം കൂടെ ഉണ്ട്, പക്ഷെ എല്ലാം കൂടെ ഒടിഞ്ഞ് പരിവായ മണ്ണാണ്. അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് മണ്ണൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കോഴിക്കാരം ഇട്ട് കൊടുക്കാം. കോഴിക്കാരം ബെസ്റ്റ് വളമാണ്. എല്ലാ വളത്തിനേക്കാളും നല്ലത് കോഴിക്കാരം. ഞാൻ മുമ്പ് പോലെ കോഴിക്കാരം മാത്രം കുഴിയെടുത്തിട്ട് കോഴിക്കാരം മാത്രം ഇട്ട് അതിൽ മുളക് നട്ടിട്ടില്ല, പച്ചമുളക് നന്നായിട്ട് കാച്ചു മറിഞ്ഞു. അതുപോലെ ഇതും കാച്ചു മറിയാൻ വേണ്ടി കോഴിക്കാരമാണ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത്. എന്താ കോഴിക്കാരം, നമുക്കിവിടെ കോഴിക്കാരം വാങ്ങാൻ കിട്ടും. ഇതിനടുത്ത് കോഴി വളർത്തലുണ്ട്. എവിടെ കോഴി വളർത്തലുണ്ടോ അവിടെ ഇവർ 1-1.5 മാസം കൂടുമ്പോൾ, 45 ദിവസം കൂടുമ്പോൾ ഇവർ കോഴിക്കാരം വാരും. ആ സമയത്ത് ചെന്നാൽ കിട്ടും. ഇവിടെ അടുത്തുള്ളവരങ്ങനെയാണ് ചാക്ക് കണക്കിന് വാങ്ങി. ഞാനും ഇപ്പോൾ അതുകൊണ്ട് 5-6 ചാക്ക് വാങ്ങി ശേഖരിച്ച് വെച്ചു. അത് തീരുമ്പോൾ ബാക്കി വാങ്ങിയാൽ മതിയല്ലോ. അങ്ങനെ ഇനി നടാൻ പോകുന്ന തയ്യെ നമുക്ക് എടുത്തുകൊണ്ട് വരാം. കണ്ടോ, ഇതാണ് ഞാൻ നടാൻ പോകുന്നത്. മാന്തൈ ഇനം മാവാണ്, മൾഗോവ എന്ന് പറയുന്ന മാവാണ്. കണ്ടോ മാന്തൈ തിളിരൊക്കെ ഒരുപാട് വന്ന് 3-4 ശിഖരങ്ങളൊക്കെ വന്ന് അങ്ങനെ ഇരിക്കുക. അപ്പം ഇതിനെ അറുത്തവിടെ നട്ടു കൊടുക്കാം. മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണു നീ, മാസങ്ങളിൽ നല്ല കന്നിമാസം. മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണു നീ, മാസങ്ങളിൽ നല്ല കന്നിമാസം. നാട്ടുമരങ്ങളിൽ കരിയിട്ടിയാണു നീ, വീട്ടുമൃഗങ്ങളിൽ സിന്ധിപ്പശു. അങ്ങനെ മൽഗോവ നടാൻ പോകണം. അതിലോട്ട് കൊണ്ടുവച്ച് നട്ടു കൊടുക്കാം. ശക്കല മണ്ണിനെ ഒന്നിങ്ങനെ ചെറുതായിട്ട് പൊടിച്ചു കൊടുക്കണം അടി സൈഡ്. ഇത് വലുതായതുകൊണ്ടാണ്. കൊച്ചു കൊച്ചു സൈകൾക്കൊന്നും അങ്ങനെ പൊടിക്കാൻ പാടില്ല. ചിലപ്പോൾ അത് വേര് ഇളവി പട്ടുപോയെന്ന് വരും. ഇതങ്ങനെയല്ല, ഇത് വലുതായല്ലോ,
അതുകൊണ്ട് നമുക്ക് ശകലം ഒന്നതല്ല ഇങ്ങനെ മണ്ണ് പൊടിച്ചിട്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. കണ്ട, എന്നിട്ട് ഇതിലോട്ട് വീണ്ടും കുറച്ച് മണ്ണ്, നമ്മുടെ മണ്ണല്ലേ അതുകൊണ്ട് മണ്ണിടണം, ഇവിടുത്തെ മണ്ണ്. ഈ മണ്ണുമായിട്ട് അത് സെറ്റ് ആവണമല്ലോ, അതുകൊണ്ട് ഇനി വളർന്നതിന് ശേഷം ഇതിന് ചാണകപ്പൊടിയോ മറ്റെന്ത് വളം വേണോ ഇട്ട് കൊടുക്കാം. എല്ലുപൊടിയോ വേപ്പും പുണ്ണാക്കോ ചകിരിച്ചോറോ എന്ത് വേണോ നമുക്ക് ഇതിലിട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ആകുമ്പോൾ നല്ല വെയിലുണ്ട്, വേണ്ട വെയിൽ ഇപ്പോഴേ വന്നടിക്കുന്നുണ്ട, വെയിലുണ്ട് വേണ്ട. അതുകൊണ്ട് ഇവിടെ വെയിലത്ത് നിൽക്കണം. ഏത് മരങ്ങൾക്കും വെയിൽ കിട്ടണം, വെയിൽ കിട്ടിയാലേ അത് പൂക്കം കായ്ക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ വെയിൽ വരും, പൊങ്ങിയിരിക്കുന്നു. കാറ്റ് വരുമ്പോൾ ഓടി 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 വന്ന് പറിച്ചെടുക്കാം. എന്താ വീഡിയോ ഇഷ്ടമായോ? ഇതുപോലെ നടന്ന വീഡിയോകളുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ബായ്.